മുൻപൊരു ഇന്റർവ്യൂവിൽ ആക്ടർ ജഗദീഷ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ചായ വേണോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഒരാൾ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. എന്നാൽ അതേ ചോദ്യം ശ്രീനിവാസനോടാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വേണ്ടി വന്നേക്കും എന്ന തരത്തിലുള്ള ഒരു ഉത്തരമായിരിക്കും അദ്ദേഹം നൽകുക എന്ന്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവ സവിശേഷത ആൾ അഭിനയിച്ച സിനിമകളിലും എഴുതിയ കഥാപാത്രങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കൂടെ അഭിനയിച്ചവരിൽ ഏറ്റവും സുന്ദരൻ ആരായിരുന്നു എന്ന ചോദ്യത്തോടൊപ്പം 2-3 നടന്മാരുടെ പേര് ഒരു ഓപ്ഷൻ പോലെ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ശ്രീനിവാസൻ ചേട്ടന്റെ പേര് പറഞ്ഞില്ല? അദ്ദേഹത്തിന് എന്താ ഭംഗിക്കൊരു കുറവ്? അദ്ദേഹം നല്ല സുന്ദരൻ എന്ന് നടി ഉർവശി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇനി മതേതരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനിയായ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി വാങ്ങി, മുസ്ലിമായ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് താലിമാലക്കുള്ള കാശ് വാങ്ങി, ഹിന്ദുവായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ആളാണ് ഞാൻ എന്ന് ഇദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതും ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞത് ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ വിയോഗ വാർത്ത കേട്ട ഉടനെ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. യെസ്, അതൊന്നും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചായിരുന്നില്ല, മറിച്ച് ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു. ഇനി സിനിമകളിലേക്ക് വരികയാണെങ്കിൽ എന്റെ മെമ്മറി ഏറ്റവും പുറകിലോട്ട് തിരിച്ചു വെച്ചാൽ ആദ്യമായി ഈ ഒരു നടന്റെ പെർഫോമൻസ് കണ്ട് ഞാൻ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിരിച്ചാസ്വദിക്കുന്നത് മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന പ്രിയദർശൻ ചിത്രത്തിലെ അമേരിക്കയിൽ നിന്ന് വന്ന M.A. ധവാൻ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു. മോഹൻലാലുമൊത്തൊരു പ്രത്യേക കെമിസ്ട്രി, മമ്മൂട്ടിയുമൊത്ത് വേറൊരു തരത്തിലുള്ള കെമിസ്ട്രി, ഇതൊന്നുമല്ലാതെ ജയറാമുമൊത്ത് മൂന്നാമതൊരു രീതിയിലുള്ള കെമിസ്ട്രി, അങ്ങനെ ഫഹദ് ഫാസിൽ വരെയുള്ള നടന്മാരോടൊത്ത് തന്റേതായ രീതിയിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തന്റെ പേന ഉപയോഗിച്ചുകൊണ്ട് സ്വയം ചെറുതാവാനും വേണ്ടി വന്നാൽ മറ്റുള്ള ആളുകളെയോ ആശയങ്ങളെയോ തകർത്ത് തരിപ്പണമാക്കാനും കഴിവുള്ള ഒരു എഴുത്തുകാരൻ. സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിൽ കൂടുതൽ ഇപ്പൊ ഇദ്ദേഹത്തെ പറ്റി ഇനി എന്താ പറയാ? ഈ അടുത്തൊരു സിനിമാ ചർച്ചയിൽ സന്ദേശം എന്ന സിനിമ നമ്മളെ എപ്പൊളിറ്റിക്കൽ ആക്കാനുള്ള ഒരു മൂവാണെന്ന് ഞാൻ വായിച്ചിരുന്നു. ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന്റെ ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നായിട്ടാണ് നമ്മൾ സന്ദേശത്തെ കാണുന്നത്. പക്ഷെ കാലം ചെല്ലുന്തോറും ജനങ്ങൾ ഓരോന്നിനെ കണക്കിലെടുത്ത അല്ലെങ്കിൽ വിശകലനം ചെയ്തിരുന്ന രീതികൾ മാറും. അതൊരു പക്ഷേ ഇദ്ദേഹത്തിന്റെ കൃതികൾക്കും ബാധകമായേക്കും. എന്നിരുന്നാലും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർ അതായിരുന്നു ആക്ടർ, റൈറ്റർ, ഡയറക്ടർ ശ്രീനിവാസൻ. ഇദ്ദേഹത്തിന്റെ മക്കൾ ആ പാരമ്പര്യം തുടർന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.